ആലപ്പുഴയിലെ അഭിഭാഷകനായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലെ 15 പ്രതികൾക്ക് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ഇപ്പോൾ കോടതി ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊല്ലപ്പെടേണ്ടുന്ന കുറേ ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കി വെക്കും. എന്നിട്ട് സമയവും സന്ദർഭവും ഒക്കുമ്പോൾ അവരെ കൊല്ലും. അത്തരം ഒരു രീതിയുടെ ഭാഗമായിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഈ ജഡ്ജ്മെൻറ്റ് നമ്മുടെ കയ്യിലെത്തിയിട്ടില്ല. ജഡ്ജ്മെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ റയറസ്റ്റ് ഓഫ് റയറിൽ എങ്ങനെ ഇവർ വന്നു, റയറസ്റ്റ് ഓഫ് റയർ മാത്രമല്ല, ഈ വേറൊരു റൈഡർ കൂടെ സുപ്രീം കോടതി പരിശോധിക്കാറുണ്ട്. ഇവർ നന്നാവാനുള്ള സാധ്യത ഉണ്ടോ, ചീത്തയാവാനുള്ള സാധ്യത. ഇത് ഒരു ത്രാസ് പോലെ നന്നാവാനുള്ള സാധ്യതകൾ ഇപ്പുറത്തും ചീത്തയാവാനുള്ളത് ഇപ്പുറത്തും വെച്ച് തൂക്കി നന്നാവാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ വധശിക്ഷ കൊടുക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ ഒരു പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ തെറ്റിച്ച് സുപ്രീം കോടതി തന്നെ പലപ്പോഴും വിധിച്ചിട്ടൊക്കെ ഉണ്ട്. ബട്ട് ബേസിക് ഒരു പ്രിൻസിപ്പിളായിട്ട് അത് കിടക്കും. ഈ കാര്യങ്ങളെല്ലാം ഈ സെഷൻസ് ജഡ്ജി ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ടാവും. വി ജി ശ്രീദേവി അവർ ഈ പറഞ്ഞ സംഗതികളൊക്കെ ചെയ്തിട്ട് ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസും സംഗതിയെല്ലാം നോക്കിയിട്ട് ഇറ്റ്സ് എ ഫിറ്റ് കേസ് ടു ഗിവ് ഡെത്ത് സെൻറ്റൻസ് എന്നാണ് അവരെഴുതുന്നത്. ഇത് കഴിഞ്ഞതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്. പ്രതികൾ അപ്പീൽ പോകും. ഇനി അഥവാ അവർ പോയില്ലെങ്കിൽ പോലും ഡെത്ത് സെൻറ്റൻസ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് സെഷൻസ് കോടതിയിൽ നിന്ന് ഈ വധശിക്ഷാവിധി ഹൈക്കോടതിയിലേക്ക് പോകും. ഹൈക്കോടതി ഇതെല്ലാം പരിശോധിച്ചിട്ട് ഇത് ശരിവെച്ചു കഴിഞ്ഞാൽ മാത്രമേ തൂക്കശിക്ഷ നടപ്പിലാവുകയുള്ളൂ. ഇതിനിടയ്ക്ക് പ്രതികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയെന്നിരിക്കും. ചിലപ്പോൾ ഇത് കുറച്ച് പേർക്ക് കിട്ടാതെയൊക്കെ പോയെന്നിരിക്കും. ഇപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവമാണ് KT ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ്. ക്ലാസ് മുറിയിലിട്ട് പിള്ളേരുടെ മുമ്പിലിട്ട് വെട്ടിക്കുന്ന കേസ്. അതിൽ 4 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു തലശ്ശേരി സെഷൻ കോടതി. ആ കോടതി 2 ആഴ്ച പ്രവർത്തിക്കാൻ CPM സമ്മതിച്ചില്ല. നിയമം എല്ലാത്തിനും മേലെയാണ് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞത്. ആ നിയമത്തെ 2 ആഴ്ച തലവടിയിട്ടു ഈ പിണറായി വിജയൻ അടക്കമുള്ള ടീം. സെഷൻസ് കോടതി പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ല, കോടതി തുറക്കാൻ സമ്മതിച്ചില്ല 2 ആഴ്ച. ഈ 4 പേർക്ക് വധശിക്ഷ കൊടുത്തില്ല. ഇത് കഴിഞ്ഞ് ഇത് ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി ഈ 4 പേരുടെയും വധശിക്ഷ ശരിവെച്ചു. ഇവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഈ 4-ൽ 3 പേരെ വെറുതെ വിട്ടു. ഒരു ശിക്ഷയുമില്ല, അത് വെറുതെ വിട്ടു. ഒരാളെ അച്ചാരമ്പത്ത് പ്രദീപൻ എന്ന ആളെ മാത്രം ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുത്തു. അത് കൊടുത്തത് നമ്മുടെ ജസ്റ്റിസ് കാഡ്ജു ആണ്. കാഡ്ജുവിൻ്റെ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കിയാൽ ക്ലിയറായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ കുറച്ച് പേരെ ഇതിനകത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ജഡ്ജ്മെൻറ്റാണ്. എന്നുവെച്ചാൽ സച്ച് ആർഗ്യുമെൻറ്റ്സ് വിൽ നോട്ട് സ്റ്റാൻഡ്. ഇത് സുപ്രീം കോടതി പറയാൻ പാടില്ല. എന്ത് കാരണം കൊണ്ട് സ്റ്റാൻഡ് ചെയ്യില്ല എന്ന് പറയണം. എല്ലാം ഈ പ്രോസിക്യൂഷൻ്റെ സകല കാരണങ്ങളും ഓരോന്നായിട്ട് എടുത്തിട്ട് അത് ഡിമോളിഷ് ചെയ്ത് വേണം സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് എഴുതാൻ. കാഡ്ജു അങ്ങനത്തെ ഒരു ആളായിരുന്നില്ല. കാഡ്ജു ഈ കൺകറൻറ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ടെങ്കിൽ ദേഷ്യം വരുന്ന ആളാണ്. കീഴ്ക്കോടതി നിങ്ങൾക്കെതിരെ വിളിച്ചു, ഹൈക്കോടതിയും നിങ്ങൾക്കെതിരെ വിധിച്ചു, പിന്നെ എന്നെ വന്ന് സമയം മെനക്കെടുന്നത് എന്തിനാണെന്ന് ഡിസ്മിസ്ഡ്. ഈ ജീവപര്യന്തം തടവ് കിട്ടിയ ഒരു മനുഷ്യൻ്റെ 1 മിനിറ്റ് വാദം കേൾക്കണ്ടേ? इधर എടുത്ത് വായിക്കുക. आप नीचे हार गए, हाईकोर्ट में हार गए और मेरे पास आ रहे हैं टाइम बर्बाद करने के लिए, डिसमिस्ड, नेक्स्ट. ഇതാണ് കാഡ്ജു ജനാധിപത്യ മതേതരത്വ കൂത്തുലഞ്ഞ് പണ്ടാരടങ്ങി കിടക്കുന്ന ജഡ്ജാണ്. ബട്ട് ദിസ് വാസ് ഹിസ് നേച്ചർ, ഹിസ് കണ്ടക്ട് ഓഫ് ദ കോർട്ട് ഇൻ സുപ്രീം. വെരി ഷോക്കിംഗ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ 15 പേരുടെ വധശിക്ഷ ഹൈക്കോടതി 15ഉം ശരിവയ്ക്കാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതിയിലാണ് ഈ പറഞ്ഞ പലവിധ കാരണങ്ങൾ വരുന്നത്. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ 15 പേർക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ, ഹൈക്കോടതിയിലൊന്നും ഹാജരാവില്ല, സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് കപിൽ സിബലായിരിക്കും. കപിൽ സിബൽ, വൃന്ദ ഗ്രോവർ, ദുഷ്യന്തവേ, അഭിഷേക് മനു സിംഗ്വി, പ്രശാന്ത് ഭൂഷൺ, ഇതിൽ നമ്പർ 1 മിക്കവാറും ഇതുപോലത്തെ തീവ്രവാദ കേസുകളിലെല്ലാം ഫ്രീ ആയിട്ട് വാദിക്കുന്നതാണ് കപിൽ സിബൽ. ഫ്രീ ആയിട്ടൊന്നും നമ്മൾ കാപ്പൻ്റെ കേസിൽ വരെ കണ്ടതാണ്. ഫ്രീ ആയിട്ടല്ല, ഫ്രീ ആയിട്ടാണ് എന്ന് പുറമേ പറയുന്നതാണ്. ഇറ്റ്സ് ബ്ലാക്ക് മണി.
ഇറ്റ് ഈസ് ബീയിങ് പെയ്ഡ് ഇൻ ക്യാഷ്. കാരണം കപിൽ സിബലൊക്കെ ഈ സുപ്രീം കോടതിയിലെ 100 crores ക്ലബിൽ പെടുന്നതാണ്. ഞാനത് പറയുമ്പോൾ ഞെട്ടരുത്. ഒരു മാസം 100 കോടി രൂപ ഉണ്ടാക്കുന്നവർ, ഒരു മാസം 100 കോടി ഉണ്ടാക്കുന്ന വക്കീലന്മാർ. ഇവർക്ക് ബ്ലാക്ക് മണിയിലല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഈ PMLA ആക്ട് മൊത്തം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടിയ 2 വക്കീലന്മാർ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയുമാണ്. സുപ്രീം കോടതിയിൽ 100 crore ക്ലബിൽ പെട്ടവരാണ് ഇവർ. മാത്രമല്ല, വേറെ ഒരുപാട് വക്കീലന്മാരുണ്ട് ആ ക്ലബിൽ മാസം 100 കോടി രൂപയിൽ കൂടുതൽ ഉണ്ടാക്കുന്നവർ. അപ്പോൾ ഇവർ പ്രോ ബോണോ ആണെന്ന് പറയും. ഫ്രീ ആയിട്ട് ഞങ്ങൾ വാദിക്കുകയാണ്. മനുഷ്യാവകാശം, 15 പേരെ തൂക്കിക്കൊല്ലും, ആഫ്രിക്കയിൽ പോലും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങും. വലിയ ക്യാമ്പയിനൊക്കെ നടക്കും. കാരണം ഇതിൻ്റെ ചൂട് ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ ക്യാമ്പയിൻ തുടങ്ങുമല്ല. ഇപ്പോൾ ഈ കാര്യത്തിൽ ക്യാമ്പയിൻ നടക്കാഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ടാണ്. അതെ അതെ അതെ, അതിൽ പെട്ടുപോയി. കാരണം അതിനെ സപ്പോർട്ട് ചെയ്തൊരു ക്യാമ്പയിൻ നടത്തുക എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായി പോകുമോ എന്ന് സംശയം. യു ക്യാൻ ഡൂ ദാറ്റ് ക്യാമ്പയിൻ, ബട്ട് ദേ ഡോണ്ട് ഹാവ് ദ ഗട്ട്സ് ടു ഡൂ ദാറ്റ്. ഇപ്പോൾ സിദ്ദിഖ് കാപ്പൻ എന്നുള്ള ഒറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ട് കപിൽ സിബൽ ഫ്രീ ആയിട്ട് ഹാജരായിട്ടുണ്ടെങ്കിൽ ഈ 15 പേർക്ക് വേണ്ടിയിട്ട് ഒരു 20 കപിൽ സിബൽ ഇറങ്ങും സുപ്രീം കോടതി. ഇത് സുപ്രീം കോടതിയും സ്വാധീനിക്കും, ഇഴകീറി പരിശോധിക്കും. മനുഷ്യജീവൻ ഒരു വിലയില്ല, ചുമ്മാ തൂക്കി കൊന്നാൽ മതി, അയാൾ നന്നായിക്കോളും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഈവൻ കീഴ്ക്കോടതിയിൽ നടന്നു മാവേലിക്കരയിൽ. അധികമാരും റിപ്പോർട്ട് ചെയ്തില്ല. മാവേലിക്കര സെഷൻസ് ജഡ്ജിയിൽ നിന്ന് നീതി കിട്ടുകയില്ല. അവിടെ വക്കീലന്മാരെല്ലാം ഞങ്ങൾക്കെതിരാണ്. അതെ അതെ, വക്കീലന്മാർ നിങ്ങൾക്കെതിരാണ്. നിങ്ങൾക്ക് എന്താ? നിങ്ങളുടെ വക്കീൽ നിങ്ങൾക്കെതിരല്ലല്ലോ. ഇവർ ട്രാൻസ്ഫർ പെറ്റീഷനുമായിട്ട് ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വക്കീലന്മാർ പറഞ്ഞു ഞങ്ങൾ പേടിച്ച് മിണ്ടാതിരിക്കുകയാണ്, ഞങ്ങൾക്ക് ജീവഭയമുണ്ട്. ഹൈക്കോടതി ട്രാൻസ്ഫർ പെറ്റീഷൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും കൂടെ പറഞ്ഞു, ഈ പ്രോസിക്യൂട്ടർക്കല്ല. പ്രതാപ് ജി പടിക്കലിന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വക്കീലന്മാർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹം വെറുതെ ചൊറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ കാര്യം ടി വിക്കാർ ചോദിച്ചപ്പോൾ തൽക്കാലം ഞാൻ ടി വിയോട് അത് പറയുന്നില്ല. പക്ഷേ പറയാൻ ഒരുപാടുണ്ട് അവർക്ക്. ദേ ഹാവ് എ ഹിസ്റ്ററി. അവർ ഈ പറഞ്ഞ ഭീഷണിയിലൂടെ കടന്നാണ് ഈ കേസ് വാദിച്ച് സ്ഥാപിച്ചത്. ഈ ഭീഷണി നിലനിൽപ്പുണ്ടായിരുന്നു. ആകെ ഹൈക്കോടതി ഈ പാർട്ടിക്ക് ചെയ്തിട്ടുള്ളത് 1 മാസം കൂടെ നിങ്ങൾക്ക് പറ്റിയ വക്കീലിനെ കൊണ്ടുവരിക. എവിടെ നിന്നാണെങ്കിലും വക്കീലന്മാർക്ക് ഏത് കോടതിയിലും ഹാജരാവാം. ഇവർക്ക് ഡൽഹിയിൽ നിന്നോ ബംഗാളിൽ നിന്നോ ബോംബെയിൽ നിന്നോ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുപോകാം. 1 മാസത്തെ സമയം കൂടെ. വിചാരണ 1 മാസത്തേക്ക് നീട്ടിവയ്ക്കാൻ ഉത്തരവായി. അങ്ങനെയാണ് ഇവരുടെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഹൈക്കോടതി തീർപ്പാക്കുന്നത്. ദർ ഇസ് ട്രമൻഡസ് പ്രഷർ. ഈ കണക്കിന് ഈ VG ശ്രീദേവി എന്ന് പറഞ്ഞ ആ വനിതാ ജഡ്ജിയുടെ പുറത്ത് എന്ത് സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്ന് ആലോചിച്ചു. 4 പാടും ഫോൺ കോൾ വരും, അവരുടെ ബന്ധുക്കളെ വിളിച്ചു പറയും, പ്രശ്നമാകും കേട്ടോ, വെറുതെ വേണ്ടാത്തതിനൊന്നും പോകണ്ട, നിങ്ങൾ ആരാ വിളിക്കുന്നത്? ഞാൻ ആരായാലും നിങ്ങളുടെ മറ്റേ ആളിനോട് പറഞ്ഞാൽ മതി, ജഡ്ജിയില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ, അവരോടൊന്ന് പറഞ്ഞാൽ മതി. മാത്രമല്ല നിങ്ങളെ അത് ബാധിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട, കട്ട് ചെയ്യും. പിന്നെ തിരിച്ച് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. ഇവർ പോലീസിൽ പറയും, അപ്പോഴത്തേക്ക് സിം നശിപ്പിച്ചു കളയും, മാറിയിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഹറാസ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ്. ഇതൊന്നും മീഡിയയിൽ ആരും വന്ന് പറയില്ല. ജീവഭയം എല്ലാവർക്കും ഉള്ളതല്ലേ. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നുകളഞ്ഞ നിരോധനം വന്നതുകൊണ്ട് മാത്രം കുറേ പേർക്ക് ഇപ്പോൾ ധൈര്യം ഉണ്ടായി വരുന്നു, സാക്ഷി പറയാനും ഒക്കെ. കുറച്ച് പേർക്ക് നിരോധനം വന്നു എന്ന് വിചാരിച്ചിട്ട് അവരങ്ങ് പേടിച്ച് വിറച്ചൊന്നും പോയിട്ടില്ല. ഈ നിരോധിച്ച് കഴിഞ്ഞപ്പോൾ കുറേയധികം പേര് സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയ ആഘോഷം നടത്തുന്നു എന്നുള്ളതല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ SDPI എന്നുള്ള പേരിൽ അവരുണ്ട്. CPMൽ വലിയൊരു വിഭാഗം ചേക്കേറിയിട്ടുണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ട്, ഇൻക്ലൂഡിങ് BJP. ഐ എം ടെല്ലിങ്. ലോവർ ലെവലിൽ ഈ വരുന്ന മുഴുവൻ 150 പേർ ഇന്ന് BJPയിൽ ചേർന്നു, മാലയിടുമല്ലോ. ഇതാർക്കാ മാലയിടുന്ന? ആർക്കെങ്കിലും നിൽക്കുന്നത്? അത് വെരിഫൈ ചെയ്യാനും പറ്റില്ല. ഒരാൾ ഞാൻ BJP ചേരാൻ വന്നതാണ് ചേട്ടാ എന്ന് പറയുമ്പോൾ അല്ലല്ല നിൻ്റെ പോലീസ് റിപ്പോർട്ടാണ് കൊണ്ടുപോവാ എന്ന് പറയാൻ പറ്റില്ല. യു വെൽക്കം എവരിബഡി, ഇറ്റ്സ് എ ബിഗ് ക്രൗഡ്. ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഇവരുടെ ഓപ്പറേറ്റീവ്സ് ഒരു യാദൃശ്ചികതയുണ്ട്. ഇന്ന് സിമിയുടെ നിരോധനം 5 വർഷം കൂടി കേന്ദ്രം നീട്ടിയ ദിവസമാണ് വിധി വന്നിരിക്കുന്നത്. ആക്സിഡൻ്റലാണ്, അധികം കാര്യമൊന്നുമില്ല. ബട്ട് ഈ വിധി കുറച്ചുകൂടി നേരത്തെ വരുമായിരുന്നു. കാരണം ഇവരുടെ പ്രതികളുടെ മാനസിക നില പരിശോധിക്കണം എന്ന് ഇവരാവശ്യപ്പെട്ടു പ്രതികളുടെ അഭിഭാഷകർ. ജഡ്ജി ഉദാരമായിട്ട് അത് അനുവദിച്ചു. ശരി, അപ്പോൾ ഈ തലയ്ക്ക് സുഖമില്ലാത്ത ആളിനെ വധശിക്ഷ കൊടുക്കാൻ പറ്റുമോ? അതൊരു അവസാനത്തെ നമ്പറാണ്.
അവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പരിശോധിപ്പിച്ചു, അതിൻ്റെ റിപ്പോർട്ട് വാങ്ങി, ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് വാദം നടത്തി. കുറ്റക്കാരാണെന്ന് കണ്ടു. അതെ അതെ, കുറ്റക്കാരാണെന്ന് കാണുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നതിനിടയ്ക്ക് നടക്കുന്നതാണ് ഈ പ്രോസസ്സ്, ഈ വാദം. ആ വാദം മാൻഡേറ്ററിയാണ്, എല്ലാവർക്കും ഉള്ള അവകാശമാണ്. അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വാദിക്കുകയല്ല, കുറ്റം ചെയ്തു എന്ന് ഏതായാലും ജഡ്ജി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ജഡ്ജിയുടെ ദയയ്ക്കായിട്ട് അച്ഛനും അമ്മയില്ലാത്ത 25 വയസ്സേ ആയുള്ളൂ, ജീവിതം നശിപ്പിക്കും, പറഞ്ഞു ഈ കേസിൽ ചെറിയ പ്രായമാണ്, ഏറ്റവും ചെറിയ ശിക്ഷയെ കൊടുക്കാവുള്ളൂ, പാവമാണ്, അതാണ് ഇതാണ്, ഇങ്ങനെയുള്ള അപേക്ഷകളാണ്. അത് വാദമല്ല, അഭ്യർത്ഥനയാണ്. അപ്പം അതിൻ്റെ കൂടെയാണ് മാനസിക പ്രയാസമുള്ള ആൾ വരെയുണ്ട്. അവനൊന്നും അറിയില്ല എന്താ അവൻ ചെയ്തതെന്നോ. ശരി, അത് പരിശോധിക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് വാദിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ കാണാത്ത വല്ല പോയിൻറ്റ്സും ഉണ്ടെങ്കിൽ യു ക്യാൻ സേ. മെഡിക്കൽ റിപ്പോർട്ട് ക്യാൻ ബി അസൈൽ ബൈ ലീഗലി. അപ്പോൾ അതും ചെയ്തു. അതുമെല്ലാം പരിഗണിച്ച് സകല പഴുതും അടച്ചിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി ഇത് ശരിവയ്ക്കും എന്ന് ഞാൻ പറയുന്നു. രാവിലെ സുപ്രീം കോടതിയിൽ ഇനിയിപ്പോൾ കപിൽ സിബൽമാരുടെ കളി എന്തായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയാം. അല്ല, രാവിലെ വാർത്ത കണ്ടപ്പോൾ ഒരു ദയനീയമായ കാര്യം രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഭാര്യ പറയുന്നത് കേട്ടു. വായ്ക്കരി ഇടാൻ പോലും കഴിഞ്ഞില്ല. അതായത് മുഖമാകെ, ശിരസാകെ ചുറ്റിക കൊണ്ട് അടിച്ച് ചതച്ച് തകർത്ത് കളഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കൊല്ലാൻ എങ്ങനെ കഴിയുന്നു DG? പ്രൊഫഷണൽസിന് കഴിയും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ദർ ഹാസ് ടു ബി എ കണക്ഷൻ ബിറ്റ്വീൻ വൂണ്ട് ആൻഡ് ദ വെപ്പൺ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇഫ് യു മ്യൂട്ടിലേറ്റ് ദ ബോഡി യു കനോട്ട് എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ വിത്ത് വൂണ്ട് ആൻഡ് വെപ്പൺ. കത്തി കൊണ്ട് കുത്തിയോ ചുറ്റിയോ കൊണ്ട് അടിച്ചോ കോടാലി കൊണ്ട് വെട്ടിയോ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. കാരണം എല്ലാം കൂടെ കച്ചറയാക്കി കളയും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഡീഫേസിങ്, മ്യൂട്ടിലേഷൻ ഓഫ് ബോഡിയൊക്കെ ചെയ്യുന്നത്. ഈ കേസിൽ ഈ ഒരു ലിങ്ക് ഇല്ലാതെയാക്കാൻ. ആ ഒറ്റ ലിങ്ക് ഇല്ലാതെയായി എന്ന് വിചാരിച്ചിട്ട് കേസ് ഇസ് നോട്ട് ഗോയിങ് ടു കൊളാപ്സ്, വിച്ച് വി ഹാവ് സീൻ ഓൾറെഡി. ബട്ട് ദെൻ ഒരു പ്രധാനപ്പെട്ട ലിങ്ക് അത് ഇല്ലാതെയാവും. ഈ അടിച്ച ചുറ്റിക, അതിലെ ചോര, രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ തല, അതിൻ്റെ പൊട്ടൽ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ഈ ചുറ്റിക കൊണ്ടാണ്. പിന്നെ ചുറ്റികയിലെ കൈവിരൽ പാട്, ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ട് അതിൽ. ഫോറൻസിക് പരിശോധനയിലൊക്കെ ഇത് തെളിയും. അപ്പോൾ ഏതായാലും അതങ്ങോട്ട് കംപ്ലീറ്റ്ലി ഇല്ലാതെയാക്കുക. അതാണ് KT ജയകൃഷ്ണൻ മാസ്റ്ററെ 55 വെട്ട് വെട്ടി, TP ചന്ദ്രശേഖരനെ 51 വെട്ടി. പലരും ധരിക്കുന്നത് TP ചന്ദ്രശേഖരനാണ് ഏറ്റവും കൂടുതൽ വെട്ടിയെന്ന്. അല്ല, അത് കൂടുതൽ വെട്ടുകൊണ്ട ആളാണ് KT ജയകൃഷ്ണൻ മാസ്റ്റർ. TP ചന്ദ്രശേഖരനെ 51 വെട്ടി. ഇപ്പോൾ ശ്രീനിവാസനെ എത്ര വെട്ടി എന്നുള്ളത് ജഡ്ജ്മെൻറ്റ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ കണക്ഷൻ ബിറ്റ്വീൻ വൂണ്ട് ആൻഡ് വെപ്പൺ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും DG, മനുഷ്യനെ എത്ര നിഷ്ഠൂരമായും കൊല്ലാൻ പരിശീലനം സിദ്ധിച്ച കുറേ ആളുകൾ പരസ്യമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ അവർ പലയിടങ്ങളിലായി ഒളിവിലും വേഷം മാറിയുമുണ്ട്. ആശങ്കകൾ പിന്നെയും ബാക്കി നിൽക്കുകയാണ്. സ്ലീപ്പർ സെൽസാണ് ഈ ഇപ്പോഴത്തെ അവസ്ഥ. പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ഹാൻഡ്ലിംഗ് ഉണ്ടല്ലോ, ഇതും വെച്ച് കഴിഞ്ഞാൽ അറ്റ് എനി മൊമെൻറ്റ് എനി ഇന്നസെൻറ്റ് പേഴ്സൺ ക്യാൻ ബി കിൽഡ്. ഈ അവസ്ഥ കേരളത്തിൽ നിൽക്കുന്നു. എസ്പെഷ്യലി ഇഫ് ഹി ഈസ് ഫ്രം ദ ജിഹാദി ഗ്രൂപ്പ്, നോ ആക്ഷൻ വിൽ ബി ടേക്കൺ അഗെൻസ്റ്റ് ദം. ഇതിപ്പോൾ അന്ന് ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പ്ലസ് പ്രോസിക്യൂഷൻ, അവർ ഇവന് പൂട്ടിയിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസിനും ഇട കൊടുക്കാതെ ചെയ്തുകൊണ്ടാണ് ഇതിവിടെ എത്തിയത്. അതെല്ലാം വഴങ്ങുന്ന പോലീസുകാരനാണെങ്കിൽ കഴിഞ്ഞു. അല്ല, ഡിവൈഎസ്പി ചെയ്തത്. അദ്ദേഹം ഇൻകറപ്റ്റ് ആൻഡ് ഇൻകറപ്റ്റിബിൾ ആയിട്ടുള്ള ഓഫീസറാണെന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. അതെ, എറണാകുളത്തൊക്കെ ജോലി ചെയ്തിരുന്നു. ആലുവ ഡിവൈഎസ്പി. അദ്ദേഹം കറപ്റ്റ് അല്ല, അദ്ദേഹത്തെ കറപ്റ്റ് ആക്കാനും പറ്റില്ല. രണ്ട് കാറ്റഗറിയാണല്ലോ. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ട് കറപ്ഷൻ ചെയ്യും. പക്ഷേ ഓഫർ ചെയ്താൽ ഇത് രണ്ടും ഈ ഇദ്ദേഹത്തിന് സാധിക്കില്ല. നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സംഭവിച്ചതാണ്. ഏതായാലും ഇങ്ങനത്തെ ചില ഓഫീസർമാരും ചില പ്രോസിക്യൂട്ടർമാരും ചില ജഡ്ജിമാരും ഉള്ളതുകൊണ്ട് കേരള പോലീസിൽ 80-85% സിൻസിയർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസാണ്. നമുക്ക് ഗവർണർക്ക് സെക്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം റോഡിൽ കുത്തിയിരിക്കുകയൊക്കെ ചെയ്തപ്പോഴേ അദ്ദേഹം പറഞ്ഞതെന്താ, കേരള പോലീസ് ഈസ് നമ്പർ 1. ഒള്ളി തിങ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. പ്ലസ് കുറേ അധികം പൊളിറ്റിക്സ് കയറി പോലീസുകാർ തന്നെ പൊളിറ്റീഷ്യൻസായിട്ട് മാറി, അവരുടെ പോലീസ് അസോസിയേഷൻ ഇങ്ങനെയൊക്കെ. ബട്ട് നെവർദിലെസ് ദേ ആർ വെരി ഗുഡ് പീപ്പിൾ. ഇതിപ്പോഴില്ല,
പണ്ട് മുതലേ അങ്ങനെയാണ്. മിന്നൽ പരമേശ്വരൻ പിള്ള, വെച്ചമക്ക് പാച്ചുപിള്ള എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലുള്ള പോലെ ഉത്തരേന്ത്യയിലൊന്നും ഇങ്ങനത്തെ ഹെഡ് കോൺസ്റ്റബിൾമാരില്ല. വിരട്ടി നാശമാക്കി ഈ ഭിത്തിയിൽ ചേർത്ത് വെച്ചിട്ട് അടിവയറ്റിലൊരു അമക്കങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ സത്യം കൊണ്ടൊക്കെ പുറത്തെയാടും. ഈ ജാതി ഓഫീസർമാരുടെ നാടാണ് കേരളം. എനിവേ, നന്നായി. ഏതായാലും അങ്ങനെയുള്ളവരാണ് കേരളത്തിൽ തുടർന്നും ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.